നമസ്കാരം. ആ ഡിസൈറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2800 സ്ക്വയർ ഫീറ്റിൽ പാലക്കാട് ചാലിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ട്രോപ്പിക്കൽ ഡിസൈനാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. പ്രകൃതിയിലെ നിറഞ്ഞ പച്ചപ്പിനെയും അതിൻ്റെ മനോഹാരിതയെയും ഏറ്റവും ഭംഗിയോടെ തന്നെ ഉൾത്തളങ്ങളിലേക്കും എത്തിക്കും വിധമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങളും ഹൈലൈറ്റും ഡിസൈൻ കൺസെപ്റ്റും എല്ലാം ഇതിൻ്റെ ശില്പി കൂടിയായ ആർക്കിടെക്റ്റ് സന്ദീപ് തന്നെ പറയുന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ വീട് നിൽക്കുന്നത് വളരെ ഒരു ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലത്താണ്. ചുറ്റും വയലുകളും പിന്നെ ഒരുപാട് മരങ്ങളും വളരെ ട്രോപ്പിക്കലായിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. വീട് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൻ്റെ സെയിം കോൺസെപ്റ്റ് വരികയാണെന്ന സമയത്ത് നമ്മൾ ആലോചിച്ചൊരു ഫാമിലി സ്പേസ് ഉണ്ട്, കിച്ചൺ 4 ബെഡ്റൂംസ്, പിന്നെ അതേപോലെ ഒരു ഫോമൽ ലിവിങ് റൂം. അത്തരത്തിലുള്ളൊരു സ്കീമിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഇനീഷ്യൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ മനസ്സിലാവും, കാരണം ഇതിൻ്റെ ഒരു ലീനിയർ പാറ്റേൺ എത്രത്തോളം ലാൻഡ്സ്കേപ്പുമായിട്ട് കണക്ഷൻ തരുന്നുണ്ടെന്നും. നമുക്കിതിൽ 2 പാസേജ് ഉള്ളൂ, ഒരു പെഡസ്ട്രിയൻ എൻട്രിയും അതുപോലെ നമുക്ക് വെഹിക്കുലർ എൻട്രിക്കും വേണ്ടിയിട്ടുള്ള 2 സെപ്പറേറ്റഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പെഡസ്ട്രിയൻ എൻട്രി തന്നെ 2 സൈഡിലും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് യാർഡിൽ എപ്പോഴും ചെടികൾ വളരെ സെറ്റിലായിട്ട് ചെടികൾ കൊണ്ടുള്ള ഒരു ഫ്രണ്ട് യാർഡാണ് എപ്പോഴായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഫ്രണ്ട് യാർഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ ടോട്ടൽ ഒരു ആംബിയൻസ് കൂടുകയും നമുക്ക് എപ്പോഴും ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ സ്പേസ് ആയിട്ടുള്ളൊരു മുറ്റം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ എല്ലാ എലമെൻസും നമ്മൾ ഒരു ടോട്ടൽ കോമ്പിനേഷൻസ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സിമെൻറ്റ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ, ദെൻ അതിനോട് ചേർന്ന ഒരു വുഡൻ ഷെയ്ഡിലുള്ള എലമെൻസുമാണ് ടോട്ടൽ ഇതിൻ്റെ കളർ ടോണിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സിറ്റ് ഔട്ട് ആണെങ്കിൽ നമുക്കൊരു 10 പേർക്ക് കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ സിറ്റ് ഔട്ടിന് ടോട്ടൽ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. കാരണം ക്ലയൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു റിക്വയർമെൻറ്റ് ഇതായിരുന്നു. കാരണം ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പം ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ചുറ്റുപാടുള്ള ആൾക്കാർ എപ്പോഴും ഇവരുമായിട്ട്, ഈ വീട്ടുകാരുമായിട്ട് എപ്പോഴും പെരുമാറുന്നതും സംബന്ധിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വീട് വന്നാൽ കൂടി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവരുതെന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് കൊണ്ടുവരാം, അതിനെങ്ങനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലോങ് സിറ്റ് ഔട്ട് വിത്ത് നമുക്ക് സറൗണ്ടഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്, പിന്നെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസുകൾ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ടോട്ടൽ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു ലോങ് സ്റ്റെപ്പ് കൊടുത്തിട്ട് ലാൻഡ്സ്കേപ്പെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ലോങ് സ്റ്റെപ്പ്, ഇതൊരു പെഡസ്ട്രിയൻ എൻട്രി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു പോർഷൻ സ്റ്റെപ്പ് ലീഡ് ചെയ്യുന്നത്. സിറ്റ് ഔട്ടിനെ ഒന്ന് ബഫർ ചെയ്യാൻ, നമുക്ക് കുറച്ചൊന്ന് ഷെയ്ഡഡ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു മൂവിങ് എലമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ, ഒരു ജാളി കോൺസെപ്റ്റിലുള്ള ഒരു പാർട്ടീഷൻ ചെയ്തിരുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി GIയിൽ ചെയ്തെടുത്തതാണ് വിത്ത് ഒരു വുഡൻ കവറിങ് ഒക്കെ കൊടുത്ത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൻ്റെ ഒരു പ്രൈവസി കുറച്ചുകൂടി കൂട്ടുന്നില്ല. അതായത് നമ്മൾ സിറ്റ് ഔട്ടിൽ ഒരാളിരിക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രൈവസി കിട്ടാനും പിന്നെ അത്യാവശ്യം ഒന്ന് സിറ്റ് ഔട്ടിൻ്റെ ഏരിയ ഒന്ന് ഷെയ്ഡഡ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു എലമെൻറ്റ് കൂടെ ചെയ്തിരുന്നത്. ഇത് വിൻഡ് ഫ്ലോ അനുസരിച്ച് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് എൻ്റർ ആവുന്ന ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഫോയർ സ്പേസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫാമിലി ലിവിങ് സ്പേസ് ആൻഡ് ഡൈനിങ്, ദെൻ ഫോമൽ ലിവിങ് സ്പേസ്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് കിച്ചണിലേക്കൊരു വ്യൂ കിട്ടും. അതുപോലെ ഇപ്പുറത്തെ വയലിലേക്കൊരു വളരെ വലിയൊരു വ്യൂ ഉണ്ട്. പിന്നെ ഡൈനിങ് സ്പേസ് ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു വ്യൂ കിട്ടുന്നതാണ്. അതുപോലെ മാസ്റ്റർ ബെഡ്റൂമും എല്ലാം ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റിൽ തന്നെ മാക്സിമം വ്യൂ പുറത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലേ ഔട്ട് വന്നിരിക്കുന്നത്.
ഫാമിലി സ്പേസും ഡൈനിങ്ങും ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റിലാണ് ഉള്ളത്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു പാർട്ടീഷൻ. പിന്നെ ഈ ഫാമിലി സ്പേസും ഡൈനിങ് സ്പേസും ഒരു ഡബിൾ ഹൈറ്റ് സ്പേസാണ്. ഈ ഡബിൾ ഹൈറ്റ് സ്പേസ് ആവുന്നതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിലെ ഹോട്ട് എയർ മാക്സിമം പുറത്തേക്ക് പോവുകയും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലെ ഒരു ചൂടിൻ്റെ ക്രമീകരണം അത്യാവശ്യം നടക്കുന്നുമുണ്ട്. ഹോട്ട് എയർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ആ വെൻറ്റിലേഷൻ പുറത്തുനിന്ന് പക്ഷികളും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ അതിനൊരു ഗ്രിൽഡായിട്ട് കവർ ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടി ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഉച്ച സമയത്താണെങ്കിൽ കൂടി നല്ലൊരു ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ഇതിൻ്റെ എലമെൻറ്റ്സ് നോക്കുക, അതായത് വിൻഡോസും ഡോർസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കതും വുഡൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് സ്പേസിലാണെങ്കിലും ഫാമിലി സ്പേസിലാണെങ്കിലും എല്ലാത്തിലും ഫർണിച്ചേഴ്സൊക്കെ പിന്നെ നമ്മളിപ്പോൾ ഇരുന്ന് യൂസ് ചെയ്യുന്ന യൂഞ്ഞാൽ എല്ലാം കസ്റ്റമൈസ്ഡാണ്. വീട്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായൊരു വയലാണ്. ആ വയലായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വിൻഡ് ഫ്ലോയും ഫാമിലി സ്പേസിലിരിക്കുമ്പോഴും ഡൈനിങ്ങിലിരിക്കുമ്പോഴും നല്ലൊരു വ്യൂവും എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം ഈ വീട്ടിൻ്റെ ഇൻസൈഡിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ എല്ലാ എലമെൻസിനെയും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ടോട്ടൽ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ലോപ്പഡ് ആയിട്ടുള്ളൊരു പോർഷനും പിന്നെ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസും കൂടി അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ടോട്ടൽ ഈ വീടിൻ്റെ ഒരു ആർക്കിടെക്ചർ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. റൂഫാണെങ്കിൽ നമ്മൾ നോർമലി GI ചെയ്തിട്ട് ഇമ്പോർട്ടഡായ ടൈൽസ് വെച്ച് കവർ ചെയ്ത്, സീലിങ്സ് ഒക്കെ ആണെങ്കിൽ പ്ലൈവുഡ് വിത്ത് വിനീർ ഒക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കായി ഞങ്ങൾ ഉടനെ എത്തുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ഇതുപോലുള്ള ഏറ്റവും പുതിയ വീടുകളുടെ ഡിസൈനും ടിപ്സുകളും അറിയുന്നതിനായി ആ ഡിസൈറിനെ ഫോളോ ചെയ്യുക.